ഈ മേഖലയിൽ അല്ലെങ്കിൽ ഈ സമുദ്ര മേഖലയിൽ എന്താണ് നിലവിലെ ഈ കപ്പലുകളുടെയും ടാങ്കറുകളുടെയും ഒക്കെ സ്ഥിതി എന്ന് വെസൽ ഫൈൻഡർ എന്ന ആപ്ലിക്കേഷനിൽ അവരുടെ മാപ്പിൽ അത് ഏതാണ്ട് കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ മാപ്പിലേക്ക് വളരെ പെട്ടെന്നൊന്ന് പോകാം. നിലവിൽ ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഈ നടന്ന ഈ ആക്രമണങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട് അതിനടുത്താണെന്ന് പറയുന്നു. ശ്രീലങ്കയിൽ നിന്നും ഏതാണ്ട് ഒരു 70 കിലോമീറ്റർ അകലെ ഏതാണ്ട് ഈ ഭാഗത്താണ് എന്നാണ് ഈ മാധ്യമങ്ങളൊക്കെ നൽകുന്ന റോയിട്ടേഴ്സ് നൽകുന്ന വിവരം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീലങ്കയിൽ നിന്നും ഏതാണ്ട് മാറി ഒരു 70 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഈ ആക്രമണം നടന്നതെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്, അറബിക്കടലിലേക്ക് മാറുന്ന ഭാഗമാണ്. ഇതുവഴിയാണ് ഇറാന്റെ കപ്പൽ സഞ്ചാരപാത ഉണ്ടായത്. വിശാഖപട്ടണത്ത് നിന്ന് അവിടെ വരുന്നു. മിലൻ 2026 എന്ന് പറയുന്ന ആ ഷോയുമായി ബന്ധപ്പെട്ടൊരു കപ്പൽ വരുന്നു. ആ കപ്പലിൽ തിരികെ പോകുന്ന വഴി ഇറാനിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ വെച്ചൊരു ആക്രമണം സംഭവിച്ചത്. US-ന്റെ അന്തർവാഹിനി വന്ന് ആക്രമിച്ചു എന്നാണ് റോയിറ്റേഴ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള നിലവിലെ കപ്പൽ ഗതാഗതം, ചരക്ക് ഗതാഗതം അതെന്താണ് എന്നുള്ളതാണ്. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി നമുക്ക് ഈ മാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹോർമുസ് കടലിടുക്കിന്റെ സ്ഥാനം നമുക്കറിയാം. അത് ഇവിടെയാണ്. ഇത് ഇറാനാണ്, ഇത് ഒമാനാണ്. ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള ചെറിയ സഞ്ചാരപാത, കപ്പലുകളുടെ സഞ്ചാരപാത, ഇതാണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് അല്ലെങ്കിൽ ഹോർമുസ് കടലെടുക്ക് എന്ന് പറയാം. നോക്കുക, ഈ രണ്ട് ഭാഗങ്ങളിലും ഈ കാണുന്ന ആരോ മാർക്കുകളും അതുപോലെ ഈ സർക്കിളുകളും എല്ലാം വെസലുകളോ കപ്പലുകളോ അല്ലെങ്കിൽ ടാങ്കറുകളോ ആണെന്ന് പറയാം. ഇത് മൂവിംഗ് പൊസിഷനിലല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എവിടെയാണോ നേരത്തെ ഉണ്ടായിരുന്നത് അവിടെ നങ്കൂരമിട്ടിരിക്കുന്ന അവസ്ഥ, മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ അറ്റാക്ക്. അതാണ് ഇറാന്റെ നിലപാടെന്നാണ് ഇറാൻ ഇതിനോടകം വ്യക്തമാക്കിയത്. ചില ടാങ്കറുകളൊക്കെ ഇറാൻ ആ രീതിയിൽ ആക്രമിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. നോക്കുക, എത്രമാത്രം ടാങ്കറുകളും എത്രമാത്രം കപ്പലുകളുമാണ് ഈ രീതിയിൽ ഇതിന് രണ്ടിനെയും ഭാഗത്ത്, അതായത് ഹോർമുസ് കടലിടുക്ക് ഇവിടെയാണ്, ഇത് അടച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടോ ഉള്ള എല്ലാ കപ്പലുകളുടെയും പോക്കുവരവുകൾ നിലയ്ക്കും. ആ സ്ഥിതിയാണ്, നിലച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിദിനം മുൻപ് ഈ ഓപ്പൺ ആയിരുന്ന സമയത്ത് ഏതാണ്ട് മിനിമം 80 എണ്ണ ടാങ്കറുകളെങ്കിലും പോയിക്കൊണ്ടിരുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഒന്നുപോലും പോകാത്തൊരു സ്ഥിതിയുള്ളത്. അതുകൊണ്ട് പ്രതിദിനം ഉണ്ടാകുന്ന ഈ കപ്പൽ ഗതാഗതം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതുവഴി പുറത്തേക്ക് പോയി മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലും ഒക്കെ പോകേണ്ട പല വെസലുകളും കപ്പലുകളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം കുടുങ്ങിക്കിടക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതെല്ലാം എത്തിച്ചേരേണ്ട രാജ്യങ്ങളിൽ അതുണ്ടാക്കുന്ന പ്രതിസന്ധി, സാമ്പത്തിക പ്രത്യാഘാതങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ കൂടും. അതുകൊണ്ടാണ് ലഭ്യത കുറയുന്നതനുസരിച്ച് മാർക്കറ്റിൽ വില കൂടും. അതുകൊണ്ടാണ് വിലക്കയറ്റം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ ഇപ്പോൾ ഉള്ളത്. അത് ഇന്ധന വിലയായാലും മറ്റ് ചരക്കുകളുടെയൊക്കെ വിലയും കഴിഞ്ഞ ദിവസങ്ങൾ അപേക്ഷിച്ച് ഉയരാൻ പോകുന്നു എന്ന ചില പ്രതിസന്ധികൾ മുന്നിലുള്ളത്. നോക്കുക, ഈ ഭാഗങ്ങളിലൊക്കെ കാണുന്ന ഈ കപ്പലുകൾ ഒരുപക്ഷെ ഇറാനിലേക്കോ അല്ലെങ്കിൽ ഗൾഫ് മേഖലയിലേക്കോ, ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയുടെ 13% ഈ ഗൾഫ് മേഖലയിലേക്ക് പോകുന്നത് ഈ പറയുന്ന ഹോർമുസ് കടലിടുക്ക് വഴിയാണ്, ഇതുവഴിയാണ് പോകുന്നത്. പക്ഷേ ഈ കപ്പലുകളെല്ലാം ഇവിടെ നിശ്ചലമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതിൽ ഇന്ത്യൻ നാവികരുണ്ട് എന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അവർ തിരിച്ചു വരണോ അല്ല തിരികെ മുന്നോട്ട് പോകണോ എന്നതിലൊക്കെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.